ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. സെക്രട്ടേറിയറ്റ് OA പരീക്ഷകൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നു. അധികം പറഞ്ഞ് നിങ്ങളുടെ സമയം കളയുന്നില്ല, നമ്മൾ നേരെ ക്ലാസ്സിലോട്ട് പോവുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: എംഫിസീമ എന്ന ശ്വാസകോശ രോഗത്തിൻ്റെ പ്രധാന കാരണമെന്ത്? ഉത്തരം പുകവലി. നിങ്ങളിത് സിനിമാ തിയേറ്ററിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ആ ഒരു പരസ്യം ആലോചിച്ചാൽ കിട്ടും. എംഫിസീമ പുകവലി കൊണ്ടുണ്ടാകുന്ന ശ്വാസകോശ രോഗമാണ്. അടുത്തത് മെനിഞ്ചസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിൻ്റെ ആവരണമാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ തലച്ചോറ്. 43 മലമ്പനി പരത്തുന്ന കൊതുക് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി അനോഫിലസ് കൊതുകുകളാണ് മലമ്പനി പരത്തുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിനിലാണ് കൊബാൾട്ട് എന്ന മൂലകം അടങ്ങിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി B12. B12 എന്ന് പറയുന്ന വിറ്റാമിനിലാണ് കൊബാൾട്ട് എന്ന മൂലകം അടങ്ങിയിരിക്കുന്നത്. അടുത്ത ചോദ്യം: ഗുരുത്വാകർഷണ ത്വരണത്തിൻ്റെ, അതായത് നമ്മുടെ G എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതിൻ്റെ മൂല്യം ഏറ്റവും കൂടുതൽ എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. G അതിൻ്റെ മൂല്യം ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ ധ്രുവ പ്രദേശങ്ങളിലാണ്. അടുത്ത ചോദ്യം: ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞത് താഴെ പറയുന്നതിൽ ഏതിനാണ്? അതായത് വേവ് ലെങ്ത്, തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞത് ഏതിനാണ്? ഉത്തരം ഓപ്ഷൻ ബി ഗാമ രശ്മികളാണ്. അതിൻ്റെ ഓർഡർ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ആദ്യം തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലുള്ളതാർക്കാണ്? റേഡിയോ വേവ്സ്, പിന്നെ M, പിന്നെ I വരുന്നു, പിന്നെ ഏതാണ്? വിസിബിള്, പിന്നെ അൾട്രാ വയലറ്റ്, പിന്നെ എക്സ്റേ, പിന്നെ ഗാമ. ഓക്കെ അല്ലേ? റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിള്, അൾട്രാ വയലറ്റ്, എക്സ്റേ, ഗാമ റേ. അപ്പോൾ ഈ ഒരു ഓർഡറാണ്. അത് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. തരംഗദൈർഘ്യം ഏറ്റവും കൂടുതൽ റേഡിയോ വേവ്സിനും ഏറ്റവും കുറവ് ഏതിനാണ്? ഇൻഫ്രാറെഡിനുമാണ്. അടുത്തത്: നിശ്ചിത അകലത്തിലുള്ള പരസ്പരം ആകർഷിക്കുന്ന രണ്ട് വസ്തുക്കളിൽ ഒന്നിൻ്റെ മാസ് 2 മടങ്ങായാൽ അവ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലത്തിൽ എന്ത് മാറ്റം ഉണ്ടാകും? അപ്പോൾ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം, അവയുടെ ആകർഷണ ബലം എന്താകും? 2 മടങ്ങാകും. നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ അറിയാമെന്ന് വിചാരിക്കുന്നു. M1 അല്ലെങ്കിൽ M2 ഡിവൈഡഡ് ബൈ d² എന്ന് പറയുന്ന ഒരു ആകർഷണ ബലം, ഗുരുത്വാകർഷണം നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? അതിൻ്റെ ഒരു ആകർഷണ ബലം, രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലത്തിൽ ഒരാളുടെ മാസ് എന്തായി? ഒരു വസ്തുക്കളുടെ അതിൻ്റെ ഒരു മാസ് 2 മടങ്ങായാൽ അവരുടെ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലവും 2 മടങ്ങാകും. ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്തത്: താഴെ നൽകിയിരിക്കുന്നവയിൽ ഹൈഡ്രോക്ലോറിഡ് ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം നൽകാത്ത ലോഹമേത്? ഉത്തരം ഓപ്ഷൻ ബി കോപ്പറാണ്. അടുത്ത ചോദ്യം: ഒരു മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 ആകുന്നു. ഈ മൂലകത്തിൻ്റെ പീരിയോഡിക് ടേബിളിലെ കൃത്യമായ സ്ഥാനം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇത് ഏറ്റവും അവസാനം എന്താണ്? 2p6 ആണ്. അതുകൊണ്ട് പീരീഡ് 2 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി p6s2, അപ്പോൾ നമ്മൾ പി ഗ്രൂപ്പിലുള്ള മൂലകത്തിൻ്റെ പിയും എസും, അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് നമ്മൾ കണ്ടുപിടിക്കുക എങ്ങനെയാണ്? നമ്മൾ എന്ത് ചെയ്യുന്നു? എസ്സിലുള്ള ആളെയും അതുപോലെ തന്നെ പിയിലുള്ള ആളെയും കൂട്ടും, പിന്നെ അതിൻ്റെ കൂടെ ഒരു 10 കൂടി കൂട്ടും അല്ലേ? അപ്പോൾ നമുക്ക് 18ാം ഗ്രൂപ്പ് എന്ന് കിട്ടും. അപ്പോൾ ഉത്തരം 2ാം പീരീഡ് 18ാം ഗ്രൂപ്പാണ്. ഒരു ആറ്റത്തിൻ്റെ M ഷെല്ലിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 18 ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, K ഷെല്ലിനും L ഷെല്ലിനുമൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ടിടൂ. അടുത്തത്: സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്കിവിടെ പ്രസ്താവനകളൊക്കെ കാണാൻ സാധിക്കും അല്ലേ? അപ്പോൾ ഇതിലെ ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. അതായത് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. പിന്നെ അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിതനാണ്. കല്ലുമാല സമരം നടത്തിയത് 1863-ലാണോ? അത് തെറ്റാണ്. അതിൻ്റെ ശരിയായ ഉത്തരം അറിയുന്നവർ കമൻറ്റിൽ അറിയിക്കുക.
അടുത്തത് താഴെ പറയുന്നവയിൽ തെറ്റായ ബന്ധം ഏതാണ്? ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി, മന്നത്ത് പത്മനാഭൻ സമത്വ സമാജവുമായിട്ട് ബന്ധമുള്ള ആളല്ല. സമത്വ സമാജം ആര് സ്ഥാപിച്ചതാണ്? വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ചതാണ്. ബാക്കിയെല്ലാം തന്നിട്ടുള്ളതിൽ ശരിയാണ്.